വീണ്ടും നമ്മൾ നേരത്തെ അത്ര വിശദാംശം ഇതിലേക്ക് പോയില്ല സാർ. നേരത്തെ ഇപ്പം ഞാൻ ചോദിച്ചതിന് MTയുടെ വ്യക്തിപരമായ കാര്യത്തെക്കുറിച്ച് നമ്മൾ സംസാരിച്ചെങ്കിലും, പക്ഷേ ഡോക്യുമെൻ്ററി ചെയ്യുമ്പോൾ സാർ കുറേ കൂടെ ആഴത്തിൽ അന്വേഷിച്ച് കാണുമല്ലോ. MT കഥയും കാലവും എന്ന് പറയുമ്പോൾ കുറേ കൂടെ സ്റ്റഡി ചെയ്യേണ്ടി വന്നിട്ടുണ്ടാവുമല്ലോ. അപ്പോൾ സാറിന് അങ്ങനെ ഒരു എന്താ പറയുക, റിവീൽ ചെയ്ത് കിട്ടിയ ഒരു വ്യക്തിത്വത്തിൻ്റെ ഒരു അല്ല, വ്യക്തിത്വം ഞാൻ ആദ്യം ചെയ്ത് അദ്ദേഹത്തിൻ്റെ ലിറ്ററേച്ചർ മുഴുവൻ വീണ്ടും വായിക്കുകയാണ്. ഞാൻ അവിടെ എൻ്റെ ഇല്ലാത്ത ബുക്കുകളാണ് വീട്ടിൽ ചെന്നിട്ട് അദ്ദേഹത്തിൻ്റെ വീട്ടിൽ ചെന്നിട്ട് എടുത്തിട്ട് വന്നിട്ട് കംപ്ലീറ്റ് എഴുതിയിട്ടുള്ള എല്ലാ വർക്കുകളും ലേഖനങ്ങളും അതൊക്കെ വായിക്കുന്നത്. പിന്നെ എനിക്ക് വ്യക്തിത്വം എന്ന് പറയുന്നത് അദ്ദേഹത്തിനെ കുറിച്ച് എനിക്ക് പിന്നെ ഒരു പറയാൻ 10-15 വർഷത്തെ വളരെ അടുത്ത ബന്ധമുള്ളതിൽ നിന്ന് എനിക്ക് കുറേയൊക്കെ മനസ്സിലാക്കിയിട്ടുണ്ട്. പിന്നെ അദ്ദേഹത്തിൻ്റെ കൂടെ ഞാൻ അതിനു മുമ്പ് തന്നെ കൂടല്ലൂർ പോയിട്ടുണ്ട്, നാട്ടിൽ പോയിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ ബന്ധുക്കളെയൊക്കെ എനിക്കറിയാമായിരുന്നു. അപ്പോൾ അത് മനസ്സിൽ വെച്ചുകൊണ്ട് ഞാനൊരു ട്രീറ്റ്മെൻറ്റ് ഉണ്ടാക്കുകയാണ്. ആ ട്രീറ്റ്മെൻറ്റ് ഉണ്ടാക്കിയിട്ട് ഞാൻ ഇന്നാണ് ഉദ്ദേശിക്കുന്നത്. അത് ചെയ്തത് ഇപ്പം ഒരു അരമണിക്കൂർ കൊണ്ട് തീർക്കുന്ന ഡോക്യുമെൻ്റ് ആയിരുന്നു. അപ്പോൾ അദ്ദേഹത്തിൻ്റെ പേഴ്സണൽ ലൈഫും പേഴ്സണൽ വ്യക്തിത്വവും ലിറ്ററേച്ചറുമായിട്ട് ക്ലബ് ചെയ്യുകയായിരുന്നു ഞാൻ അദ്ദേഹത്തിൻ്റെ. പിന്നെ മാത്രമല്ല അദ്ദേഹം വളരെ ഈ പറയുന്ന കേരള സ്റ്റേറ്റ് ഗവൺമെൻറ്റിന് വേണ്ടി ചെയ്തതാണ് ഡോക്യുമെൻ്റ്. വളരെ ഇൻഫർമേറ്റീവ് ആയിരിക്കണമെന്നുണ്ടല്ലോ. അത് എക്കാലത്തും ഒരു ഡോക്യുമെൻ്റായി സൂക്ഷിക്കേണ്ട ഒരു സാധനമാണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഈ തുടക്കം മുതലുള്ള ഈ സാഹിത്യത്തിലേക്ക് നേരത്തെ പറഞ്ഞല്ലോ, സാഹിത്യത്തിലേക്ക് വരുന്നത് മുതൽ ഉള്ള ഇതുവരെയുള്ള ഒരു കാലഘട്ടവും അതിൻ്റെ ഒരു വളർച്ചയും ഒക്കെ അതിൽ ഇങ്ങനെ ഉണ്ട്. അതിൽ അണ്ടർടോൺ ആയിട്ടാണ് എനിക്ക് തോന്നുന്നത് ഈ അദ്ദേഹത്തിൻ്റെ ഒരു വ്യക്തിത്വവും വ്യക്തിപരമായ ജീവിതവും കുടുംബജീവിതവും ഒക്കെ എല്ലാം പറഞ്ഞു പോയിട്ടുണ്ടെന്നാണ്. എനിക്ക് കുറേ അംഗീകാരങ്ങളൊക്കെ കിട്ടിയ ഡോക്യുമെൻ്റാണ് കേട്ടോ. അത് ഒരുപാട് ഇൻ്റർനാഷണൽ ഫെസ്റ്റിവലിലേക്കൊക്കെ തിരഞ്ഞെടുക്കുകയും അവാർഡ് കിട്ടുകയൊക്കെ ചെയ്തിട്ടുണ്ട്. സാഹിത്യത്തിൻ്റെ കാര്യം പറഞ്ഞ പോലെ തന്നെ സംഗീതവുമായിട്ട് സാറിന് വളരെ ബന്ധമുണ്ടെന്ന് തോന്നുന്ന രീതിയിലാണ് സാറിൻ്റെ സിനിമകളൊക്കെ ഉള്ളത്. സംഗീതമായിട്ട് സാറിൻ്റെ ഇപ്പോൾ സംഗീതം വളരെ വളരെ വിദഗ്ധമായിട്ട്, ഇപ്പോൾ സുഹൃത്തിന് തന്നെ മ്യൂസിക്കിന് 2 രീതിയിലും അവാർഡ് കിട്ടി. ഇപ്പോൾ അതിൻ്റെ റെക്കോർഡിങ്ങിനും അവാർഡ് കിട്ടി. അതുപോലെ തന്നെ പാട്ടുകൾ, സാറിൻ്റെ എല്ലാ സിനിമകളിലെയും പാട്ടുകൾ വളരെ സ്ട്രൈക്കിംഗ് ആണ്. ഈ മ്യൂസിക്കുമായിട്ട് ഉള്ള സാറിൻ്റെ ബന്ധം എന്താണ്? ശരിക്കും പറഞ്ഞാൽ എനിക്ക് ജീവിതത്തിൽ ഒരേ ഒരു വിഷമേ തോന്നിയിട്ടുള്ളൂ, എനിക്ക് പാടാൻ കഴിയില്ലല്ലോ എന്നാണ്. പണ്ട് പഠിക്കുന്ന കാലത്തേ തോന്നിയിട്ടുള്ളതാണ്. ബാക്കിയെല്ലാം ഒന്നിനും ഞാൻ മോശമല്ലെന്നൊക്കെ തോന്നിയിട്ടുണ്ട്. കഥ എഴുതും, കവിത എഴുതും. പണ്ട് കാലത്ത് പഠിക്കുന്ന കാലത്ത് നമുക്ക് എല്ലാത്തിനോട് ഇതിനോട് ചെറിയ താല്പര്യം ഉണ്ടെങ്കിൽ എല്ലാം ചെയ്യുമല്ലോ. അതൊന്നും പാടാൻ മാത്രം സ്റ്റേജിൽ കയറിയിട്ടില്ലെന്ന്. പക്ഷെ പിക്കാലത്ത് എനിക്ക് ഒരുപാട് പാടുന്ന സുഹൃത്തുക്കൾ ഉണ്ടാകുകയും കുറേ കഴിഞ്ഞ് ഞാൻ ഈ സിനിമയിൽ വന്നു കഴിഞ്ഞപ്പോൾ ഈ സംഗീതത്തെക്കുറിച്ച് കുറേ മനസ്സിലാക്കാൻ കിട്ടും. അതിൻ്റെ ഒരു ഇതൊക്കെ ചെയ്തു. പക്ഷെ എനിക്ക് വളരെ വ്യക്തമായിട്ട് അറിയാം, എനിക്ക് പാടാനറിയില്ലെങ്കിൽ എൻ്റെ അതുകൊണ്ടുള്ള വിഷമം തോന്നുന്നു. അപ്പം അത് ഇതുമായിട്ട് ചർച്ച ചെയ്യുമ്പം മ്യൂസിക് ഡയറക്ടേഴ്സുമായിട്ട് ചർച്ച ചെയ്യുന്ന സമയത്ത് ഈ വളരെ അടുപ്പമുള്ളവരോടാണെങ്കിൽ പറഞ്ഞു ആവർത്തി ഇപ്പോൾ ജോൺസനൊക്കെ എൻ്റെ ഒരുപാട് പടത്തിൽ ചെയ്തിട്ടുള്ള രാധാകൃഷ്ണൻ ചേട്ടൻ ചെയ്തിട്ടില്ലേ, ഏറ്റവും നല്ല പാട്ട് ഒരു തലം മാത്രം. എനിക്ക് രാധാകൃഷ്ണൻ ചേട്ടൻ ഏറ്റവും നല്ല പാട്ടുകളിലൊന്നാണ്. അങ്ങനെയൊക്കെ ഉള്ളു. അതൊക്കെ ഞങ്ങൾ ഒരുപാട് ചർച്ച ചെയ്ത് ഇങ്ങനെ ചെയ്യുന്നതാണ്. സുഹൃത്തം ചെയ്യുമ്പം ബോംബെ രവിയാണ്. അദ്ദേഹം ഞാൻ ജനിക്കുന്നതിന് മുമ്പേ നമുക്ക് ചാന്ദിനിക്ക് എന്നൊക്കെ പറയുന്ന ഇതൊക്കെ അദ്ദേഹത്തോട് നമ്മൾ പറയുന്നതിനൊരു ലിമിറ്റ് ഉണ്ട്. അപ്പം അതിലൊരു പാട്ടുണ്ടല്ലോ, കടലിനഗാധമാം നീലിമയെന്ന്. അത് ഇത്ര ചെയ്തിട്ട് ഞാൻ ഉദ്ദേശിക്കുന്ന, അപ്പം MT സാറുണ്ട്, ONV സാറുണ്ട്, ഞങ്ങൾ 3 പേരും പണ്ട് ഞാൻ കേൾക്കും. അപ്പോൾ വീണ്ടും ചെയ്ത് ഒരു 14 ആയപ്പം MT സാർ, അപ്പോൾ അവർക്കും അറിയാം. MT സാർ പറഞ്ഞ് ഇനിയിപ്പോൾ എങ്ങനെ എന്താന്ന് വെച്ചാൽ ഹരി ചെയ്യും പുള്ളി പറഞ്ഞു. അപ്പം മറ്റേ ബോംബെ രവിയുടെ അദ്ദേഹത്തിൻ്റെ ഒരു മഹത്വം എന്ന് പറഞ്ഞാൽ, അപ്പം എൻ്റെ മുഖത്തെ ഒരു എക്സ്പ്രഷൻ കാണുമ്പോൾ തന്നെ പറയുമ്പം പുള്ളി പറയും ഡയറക്റ്റ് തുത്തിയല്ല, നോ പ്രോബ്ലം എന്ന് പറഞ്ഞ് വി കൻ ടേക്ക് അനദർ എന്ന് പറയും. ഇങ്ങനെ ചെയ്ത് ശരിക്കും പറഞ്ഞാൽ 21ാമത്തെ ഇതാണ് ട്യൂണാണ് അത് അക്സെപ്റ്റ് ചെയ്തത്. അപ്പം ഞാൻ പറയുന്നത് ഇതല്ല, അദ്ദേഹത്തിൻ്റെ ഒരു മഹത്വമാണ്. ഇപ്പം ആ പാട്ടിലുണ്ടാകുന്നു. നമുക്കൊരു തൃപ്തി വരുന്നില്ല, നമ്മൾ ഉദ്ദേശിക്കുന്നതിൻ്റെതാണെന്ന് വീണ്ടും പറയുക, ആ സിറ്റുവേഷൻ വീണ്ടും അദ്ദേഹത്തോട് പറഞ്ഞു കൊടുക്കുക. പക്ഷേ അത് ഇത്രയും പ്രായമായ ഒരു മനുഷ്യൻ, വളരെ പ്രശസ്തനായ ഒരു വ്യക്തി, അതിനുവേണ്ടി നിന്നു, അദ്ദേഹത്തിനും അതിനോടുള്ള ഒരു ഇൻവോൾവ്മെൻറ്റും ഉണ്ടായിരിക്കാം. തീർച്ചയായും.